ഇത്രയും ലക്ഷങ്ങൾ സ്ത്രീകൾ ഇത്രയും ഇത്രയും എത്ര വർഷമായി ഞാൻ ജനിച്ച കാലം തൊട്ട് ഉള്ളതാണ്. ഇത്രയും വർഷമായിട്ട് നാം ഒരിക്കലും ഇത്രയും വലിയൊരു ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടെ വന്നിട്ടും ഒരു ദിവസം കൊണ്ട് അവർ വരുന്നു പൊങ്കാലയിടുന്നു പോകുന്നു. നാം ഇതുവരെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കണ്ടതായിട്ട് നാം ഇതുവരെ കേട്ടിട്ടില്ല. അത് തന്നെയാണ് നാം ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. മലയാളികൾ ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് ഇവിടെ വരുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ഭാഗമായി ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനും അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനുമായിട്ടൊരു ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ വന്ന ഇങ്ങനൊരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് എത്തുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ശാന്തിഗിരിയിലെ സ്വാമിയുണ്ട്, നമ്മുടെ പാളയം പള്ളിയിലെ ഇമാമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അത് സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശം തന്നെയാണ്. ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഇങ്ങനെ ഈ പൊങ്കാലയുടെ പരിപാടിക്ക് അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അത് ചെയ്യുമ്പോൾ വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ ഇമാമിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് വളരെ ഏറ്റവും കൃത്യമായി ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മെസ്സേജാണ് ഇമാം പറഞ്ഞത്. അവർ നോമ്പെടുക്കുന്ന സമയമാണെങ്കിലും പൊങ്കാല ഇടുന്നവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിന് ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് അത്. അതുമാത്രം ഈ പൊങ്കാലയും ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പരിപാടികളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾ ജാതിമത ഭേദമന്യേ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ഇവിടേക്ക് വരും, അങ്ങനെയൊന്നുമില്ല. അതിനിടയ്ക്കാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു, അതിൽ കേരളത്തിൻ്റെ അല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഈ പൊങ്കാലയും ഒരു യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. പറഞ്ഞതുപോലെ തന്നെ പിന്നിൽ പറഞ്ഞതുപോലെ തന്നെ ജാതിമത ഭേദമന്യാണ് ഇവിടെ സ്ത്രീകൾ വന്ന് പൊങ്കാല ഇടുന്നത്. ഇത്രയും ലക്ഷങ്ങൾ സ്ത്രീകൾ ഇത്രയും എത്ര വർഷമായി ഞാൻ ജനിച്ച കാലം തൊട്ട് ഉള്ളതാണ്. ഇത്രയും വർഷമായിട്ട് നാം ഒരിക്കലും ഇത്രയും വലിയൊരു ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടെ വന്നിട്ടും ഒരു ദിവസം കൊണ്ട് അവർ വരുന്നു പൊങ്കാലയിടുന്നു പോകുന്നു. നാം ഇതുവരെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കണ്ടതായിട്ട് നാം ഇതുവരെ കേട്ടിട്ടില്ല. അത് തന്നെയാണ് നാം ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. മലയാളികൾ ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി.